ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓണത്തിന്റെ തിരക്കിലൊക്കെ ആവൂല്ലേ? നമ്മൾ എന്നാൽ ഇന്നുള്ളത് ഫുജൈറയിലാണ്. ഫുജൈറ ഒരു ബീച്ച് റിസോർട്ടിലാണ്. നമുക്ക് ലിറ്റിൽ കുക്കിംഗ് സ്റ്റാറിന്റെ വിന്നറായിരുന്നല്ലോ നമ്മളെ യേശു. അപ്പം അത് ഇന്നായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഇവിടെ വന്ന ഫാരമണ്ട് ബീച്ച് റിസോർട്ടിലാണ്. നമുക്കിതൊന്ന് ചുറ്റിക്കാണാം, പെട്ടെന്ന് ബോറടിപ്പിക്കാതെ ഒരു കൊച്ചു ബ്ലോഗ്. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊന്ന് കാണാം. ഇവിടെ അതാ അടിപൊളി മാവ് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ ഇപ്രാവശ്യം മാവ് പൂത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അതാ ഉണ്ണിമാങ്ങൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, പൂത്തിട്ട് കണ്ടില്ലേ? ഇതാ അടിപൊളി പൊമാഗ്രനേറ്റ്. നമ്മളെ കോഴിക്കോടൊക്കെ ഉർമാമ്പഴം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് നമ്മുടെ 400ാമത്തെ വീഡിയോ ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് 10,000 സബ്സ്ക്രൈബറും ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ കാര്യം നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാ സപ്പോർട്ടും കാരണമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇതേപോലെ തന്നെ മുമ്പോട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഫെയർമണ്ട് ബീച്ച് റിസോർട്ട് ഫുജൈറ, ദിബ്ബയിലാണ് കേട്ടോ. അപ്പം ഇതാ നമ്മളെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഫുൾ കടലാണ്, വിശാലമായി കിടക്കുന്ന കടലാണ്. അതേപോലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മൗണ്ടെയിനാണ്. നമ്മളിവിടെ ദിബ്ബ മൗണ്ടെയിൻ എന്ന് പറയുന്ന മൗണ്ടെയിനാണ് ഫുജൈറൻ്റെ ഈ ഭാഗത്തുള്ള. നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഇടയിലാണ്. നമുക്ക് ഒരു ഭാഗം നോക്കിയാൽ മൗണ്ടെയിൻ, ഒരു ഭാഗം എന്ന് വെച്ചാൽ ഓഷ്യൻ വ്യൂ. അപ്പം നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. നമ്മളെ കാറ് അവരെടുത്തിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്, ഒരു ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മൾ റിസപ്ഷനിലേക്ക് കയറുവാണ്. അമൻസ് മുമ്പ് തന്നെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവും. പക്ഷെ റൂമിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ കുറേ ഉണ്ട് കാണാൻ കേട്ടോ. നല്ല ഭംഗി, കുറേ ആൻറ്റിക് ഐറ്റംസ്, അതേപോലെ കുറേ അറബിക് കലിയോഗ്രഫി എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്ലേസിലൊന്നും പോയി ഇരിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ. ഇനി ഇവിടെ കണ്ടോ, നല്ല ആൻറ്റിക് ഇൻറ്റീരിയർ വർക്കാട്ടോ. നമ്മൾ ഇങ്ങനെ കണ്ണ് നട്ട് നോക്കി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ നോക്കിയിരുന്നു. അത്രയും ഭംഗിയാണ് കാണാൻ ഇവർ ഇൻറ്റീരിയർ വർക്ക്. അപ്പം നമ്മളെ റൂമിലെത്തി. യേസുദ ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വരുന്ന അവനിതാ കോഫിയൊക്കെ ഉണ്ടാക്കി അവൻ തന്നെ കുടിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ബാൽക്കണിയിൽ നിന്ന് അമ്മന് ചായ കുടിക്കുന്നത്. യേസു അവിടെ കുളിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ പൂളിലേക്ക് ഇവിടെ പല ടൈപ്പ് പൂളുണ്ട്. അഡൽട്ട് പൂള്, കിഡ്സ് പൂള്, ഫാമിലി പൂള് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതാ യേസു അമ്മന് ഓടുന്നുണ്ട് അവിടെ ഫാമിലി പൂളിലേക്ക്. ഒരു മണിക്കൂറോളായി നമ്മളെല്ലാവരും പൂളിലായിരുന്നു. അത് കഴിഞ്ഞു ഇപ്പോൾ അതാ എല്ലാവരും ടയേർഡായി കുളിച്ചൊക്കെ കയറി ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. നമ്മുടെ മഗ്രിബിനോടൊക്കെ അടുത്തുണ്ട്.
അപ്പോൾ ഇതാ സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് പറഞ്ഞോ, കണ്ടോ കാണാൻ. ഈ ലൈറ്റൊക്കെ ഇങ്ങ് വന്നപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കാൻ എന്തൊരു സുഖാന്നറിയോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കാൻ തോന്നും. ഇപ്പം സൂര്യോദയം ആയിട്ടോ, സമയം ഒരു 5:30-5:45 ആയിട്ടേ ഉള്ളൂ. നല്ല വെളിച്ചത. അപ്പം നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാട്ടോ. നമ്മളിങ്ങനെ നടന്ന് ഇവിടെ വന്നപ്പോൾ ഇതാ ഇവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്, അതേപോലെ സൈഡിൽ ജിമ്മുണ്ട്. ജിമ്മിലേക്ക് നമ്മൾ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ താഴേക്ക് അക്വാ ബൗൺസ് ഉണ്ട്, നമ്മളെ ബീച്ചിൽ തന്നെ. ഈ അക്വാ ബൗൺസ് എന്ന് പറയുന്നത് കടലിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അമൻസിന് പോകാൻ പറ്റൂല. അമൻസിന് മറ്റൊരു യസും സിദ്ധിക്കായി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് യസുവിന് സ്വിമ്മിങ് നല്ലോണം അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. അവർ രണ്ടാളും പോയി. അമൻസും ഞാനും ബീച്ചിൻ്റെ സൈഡിൽ, അമൻസ് ബീച്ചിലെ സൈഡിൽ വെള്ളത്തിലൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുവാണ്. നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ. ഇനി ഇത് അമൻസിന് കിഡ്സ് ക്ലബ്ബ് കൊണ്ടുപോകുക, ലിറ്റിൽ സെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഇൻഡോറാണ്, ഔട്ട്ഡോറും ഉണ്ട് ഇൻഡോറും ഉണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ ഇൻഡോർ കിഡ്സ് ക്ലബ്ബിലേക്ക് വന്നതാണ്. ഇവിടെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അമൻസിനുള്ള. വാൾ ക്ലൈമ്പിങ്, ബോൾ പിറ്റ്, അങ്ങനെ സ്ലൈഡേഴ്സ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. പക്ഷെ അവർക്ക് ഇൻഡോർ ആയിട്ട് എല്ലാം ചെയ്യാം. സാധാരണ അത് ഔട്ട്ഡോറിലല്ല അധികം ഉണ്ടാല്. അപ്പോൾ അമൻസ് ഭയങ്കര ഹാപ്പിയായി. അല്ലാതെ മറ്റൊരു പോയല്ലോ ആ ഒരു സമയത്ത് അമൻസ് പിന്നെ ബീച്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമൻസ് ഭയങ്കര ഹാപ്പിയായി ഇവിടെ വന്നുകൊണ്ട്. ഇനി ഞാൻ ഫൈനലി ഫുഡ് കാണിച്ചു തരാം. പല ടൈപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പല ടൈപ്പ് ഡൈനിങ് രീതി ഉണ്ട്. ഇത് കണ്ടോ, ഇത് പൂൾ ഡൈനിങ്, പൂൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് അഡൽട്ട് പൂളാണ്. അഡൽട്ട് പൂൾ മാത്രമേ ഈ പൂൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബൊഫേയിൽ എല്ലാ ടൈപ്പ് ഫുഡുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. രാവിലെ 6:30 മുതൽ 11-12 മണി വരെ അവൈലബിൾ ആണ്. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് കഴിക്കുക, എത്ര വേണമെങ്കിലും കഴിക്കുക. എല്ലാ സ്ഥലത്തും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. We'll make omelette here. Mushroom, everything? Yeah, mushroom, yeah. Spanish is only when mushroom there, no? Pepper? Pepper, yeah. Try it. Onion is always, Indian. Without onion. Tomatoes. Maybe you like chili also. Yeah, chili also. Everything like. Cheese is the special. Can I take your... No problem. You're from where? I'm from Nepal. Nepal. How long you working here? 9 months. 9 months. So
how you enjoy your chef cap? Yeah, it's enjoyable. Okay. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തു, പുറത്തിറങ്ങി. ഇപ്പോൾ വണ്ടിയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ദുബായിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കി. എല്ലാവർക്കും ഞങ്ങളെ ഫാമിലിയുടെയും ഓണാശംസകൾ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വ്ളോഗോ റെസിപ്പിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്